ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്രാഫ്റ്റ് വർക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു വാൾപേപ്പറാണ്. വാൾപേപ്പർ എന്ന് പറയാം. ഇത് നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ. അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതേപോലെ പശ വരുന്നുണ്ട്. അപ്പം നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ബ്രിക്ക് ടൈപ്പാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വീഡിയോസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസോ ഫോട്ടോ ഫ്രെയിംസോ ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണിത്. ഇത് പൊതുവെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായി. ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും പൊതുവെ ഉണ്ടാവുന്നതാണ്. ഇതിന്റെ കളർ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കൂടുതലും എങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഐറ്റം ഇതാണ്. ജൂട്ട് കോസ്റ്റർ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇതേപോലെ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസിലും അതല്ല കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യാവുന്ന വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഏത് തരം ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഡെക്കറേഷൻ വീഡിയോസിൽ. അപ്പോൾ അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ജൂട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് അവർ ബെഡ് സൈഡ് ഒക്കെ വെക്കാനായിട്ട് അങ്ങനെ ഒരു കോസ്റ്ററാണ് അവർ പേര് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഇതേപോലെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റാണ്. ഇതിന്റെ റേറ്റ് 194 കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു ലാൻഡൻ ആണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 174. വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് നമ്മൾ സൈഡിൽ വെച്ചിട്ടുള്ളതൊക്കെ കാണാം. വീഡിയോസ് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതും മിക്കവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു ഐറ്റാണ്. ഇതിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്ക് വശം തുറന്നിട്ട് ഇതിൽ മെഴുകുതിരി കത്തിച്ച് വെക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈപ്പ് മെഴുകുതിരി ഉണ്ടല്ലോ, അത് ഇതേപോലെ കത്തിച്ച് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും നൈറ്റ് ടൈമിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. ഇതും അതേപോലത്തെ തന്നെ ഒരു ഐറ്റമാണ്. റെഡും ബ്ലാക്കും കളറിൽ വരുന്നതാണ്. ഇതിന്റെ റേറ്റ് 284. ഇതിലും നമുക്ക് അടിവശത്ത് ചെറിയ ടൈപ്പ് മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ഇതൊക്കെ എല്ലാ വീഡിയോസിലും നമ്മൾ കാണുന്നത് തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം ഈ ഒരു ഈഫിൽ ടവർ ആണ്. ഇതിന്റെ റേറ്റ് 198 കേട്ടോ. ഇതും നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസിൽ എന്ന് മാത്രമല്ല നമുക്കിത് ഹോം ഡെക്കർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഈ കണ്ട ഐറ്റംസ് എല്ലാതും നമുക്ക് ഹോം ഡെക്കർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ വീഡിയോസിലൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉൾക്കൊള്ളിക്കുമ്പോൾ ആ വീഡിയോക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഡ്രൈഡ് ഗ്രാസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഹോം ഡെക്കറൊക്കെ ആയിട്ട് വെക്കുന്നതാണ്. ഫ്ലവേഴ്സിലൊക്കെ വെക്കുന്നതാണ്. ഇത് ഓരോ പീസായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പൊ ഇത് ഞാൻ 2 പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് 355 കേട്ടോ. ഇത് കുറച്ച് റേറ്റ് കൂടിയ ഒരു ഐറ്റമാണ്. പക്ഷെ ഇതിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ളതും ഉണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കാം. ഇതിന്റെ ചുവടെ തന്നെ നമ്മളിത് സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ചുവടെ തന്നെ വേറെ സെല്ലേഴ്സിന്റെ കയ്യിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഇതുണ്ടാവും. അപ്പൊ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ 355 അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിൽ. ഒരു ചെറിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ക്രാഫ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ് ആണ് ചെയ്യുന്നത്, അപ്പൊ കുറച്ച് ഡെക്കർ ഐറ്റംസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടായാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.